കുവൈത്തിലേക്ക് വീണ്ടും ഇറാന്റെ വ്യോമാക്രമണം. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ അമേരിക്കൻ സൈനിക ക്യാമ്പിന് നാശനഷ്ടം സംഭവിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ 2 ചരക്കു കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. ഇറാനെ സഹായിക്കുന്ന 6 സ്ഥാപനങ്ങൾക്ക് കൂടി അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു. ഇന്ന് പുലർച്ചെയാണ് കുവൈറ്റിലേക്ക് ശക്തമായിട്ടുള്ള ആക്രമണം ഇറാൻ നടത്തുന്നത്. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. അമേരിക്കൻ സൈനിക കേന്ദ്രം ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നും സൈനിക കേന്ദ്രത്തിന് കാര്യമായ നാശനഷ്ടം സംഭവിച്ചു എന്നുമാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ കുവൈറ്റ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ഇറാന്റെ ആക്രമണം പ്രതിരോധിച്ചു. മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ആളുകൾക്കൊന്നും അല്ലെങ്കിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കുവൈറ്റ് പറയുന്നുണ്ട്. ഏതായാലും ആക്രമണത്തെ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ശക്തമായി അപലപിക്കുന്നു. ആവർത്തിച്ചുള്ള ആക്രമണം ഇറാൻ അവസാനിപ്പിക്കണമെന്നുള്ളതാണ് GCC രാജ്യങ്ങളുടെ ആവശ്യം. മറ്റൊരു പ്രധാന ആക്രമണം ഇന്നുണ്ടായത് ഹോർമൂസ് കടലിടുക്കിലാണ്. 2 ചരക്ക് കപ്പലുകൾ ആക്രമിച്ചുവെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കൻ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ അമേരിക്കയുടെ സംരക്ഷണയോടുകൂടി ഹോർമൂസിലൂടെ കടന്നു പോകാൻ ശ്രമിച്ച ചരക്ക് കപ്പലുകളാണ് ആക്രമിച്ചതെന്നും കാര്യമായ കേടുപാടുകൾ കപ്പലുകൾക്കുണ്ടായി എന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാഖിൽ സൗദി അറേബ്യയും അമേരിക്കയും ചേർന്നിട്ടുള്ള സഖ്യസേന നടത്തിയ ആക്രമണത്തിൽ 5 ഇറാൻ പൗരന്മാർ കൊല്ലപ്പെട്ടിരുന്നു, സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. അവരുടെ മൃതശരീരം ഇന്ന് ഇറാനിൽ എത്തിക്കുകയും ചെയ്തു. മറ്റ് പ്രധാനപ്പെട്ട ഒരു സംഭവം ഇന്ന് അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനമാണ്. 6 സ്ഥാപനങ്ങൾക്ക്, അതായത് ഇറാനെ പിന്തുണയ്ക്കുന്ന 6 സ്ഥാപനങ്ങൾക്ക് കൂടി ഉപരോധം ഏർപ്പെടുത്തിയെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങൾ ഇന്ത്യയിലും ചൈനയിലും റഷ്യയിലുമൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ജോർദാനിലേക്കോ അല്ലെങ്കിൽ ബഹ്റൈനിലേക്കോ വലിയ ആക്രമണം ഇന്ന് ഉണ്ടായിട്ടില്ല. അതേസമയം കുവൈറ്റിലേക്ക് ആക്രമണം ആവർത്തിക്കുന്നു. ഹോർമൂസിൽ സംഘർഷാവസ്ഥ തുടരുകയും ചെയ്യുന്നുണ്ട്. ദുബായിൽ നിന്നും സുരേഷ് പള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.